ഹലോ ഗെയ്സ്, അങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ മടുത്താണ് കോളേജിൽ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 10-20 തവണ ഞാൻ ഡ്രസ്സ് മാറി മാറി ഇടുക. ഞാൻ പുതിയ ഡ്രസ്സ് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം അത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ്, ഒന്ന് ഷേപ്പ് പോലും ചെയ്യേണ്ട കറക്റ്റ് ഫിറ്റായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നു. ഞാൻ തന്നെ അതിശയിച്ച് പോയി, ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇത്ര വണ്ണം കുറഞ്ഞു പിന്നേന്ന്. അത് കഴിഞ്ഞ് പിന്നെ ആ ഡ്രസ്സ് മാറ്റി വീണ്ടും അയൺ ചെയ്ത് അടുത്ത ഡ്രസ്സ് ഇടും. ഇത് തന്നെയായിരുന്നു എൻ്റെ പണി. എനിക്ക് അവസാനം ദേഷ്യം വന്നത് ഞാൻ നേരത്തെ എൻ്റെ കയ്യിലുള്ള ഒരു ഡ്രസ്സ് തന്നെ എടുത്തിട്ടുകൊണ്ട് പോയി. അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തി. പിന്നെ നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോ ഞങ്ങളുടെ ആൻഡ്രോ സാറ് ഞങ്ങളുടെ അടുത്ത് വന്ന വിശേഷങ്ങളൊക്കെ പറയുന്നതാണ്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞാൻ കുറേ പിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? റെക്കോർഡിൽ പേരെഴുതാത്തതിന്, റെക്കോർഡിൽ കറക്റ്റായിട്ട് അടയാളപ്പെടുത്താത്തതിന്, എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് റെക്കോർഡിൽ അടയാളപ്പെടുത്തിയതിന് വരെ എനിക്ക് പിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2-3 പിച്ചെന്തോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഞങ്ങളെല്ലാം വിറപ്പിച്ച സാറ് ഇപ്പോൾ പൂക്കിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ പൂക്കിയാണ്. എൻ്റെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് വരെ സാറിന് മനപ്പാടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് റെക്കോർഡ് എഴുതി കൊടുക്കുകയും ചെയ്തു. അത് കൃത്യമായിട്ട് സാറ് പിടിക്കുകയും ചെയ്തു. അവസാനം എനിക്ക് അപ്പോളജി ലെറ്റർ എഴുതി കൊടുക്കേണ്ടി വന്നു. പിന്നെ അതോടെ ഞാൻ ആ പരിപാടി നിർത്തി. മറ്റുള്ളവർക്ക് റെക്കോർഡ് എഴുതി കൊടുക്കുന്ന ആ പരിപാടിയെ. ഡയറി മിൽക്കൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, അതും 10-ൻ്റെ 20-ൻ്റെ ഒന്നും അല്ല, ഡയറി മിൽക്ക് സിൽക്കൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ മനസ്സിലാണെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടായി ഞാൻ എഴുതി കൊടുത്താൽ. എനിക്ക് ഞാൻ ടീച്ചേഴ്സിൻ്റെ ഇന്ന് വലിയ വഴക്കുകൾ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അന്ന് പിടിച്ച സമയത്ത് എനിക്ക് നല്ല ടെൻഷനാണെങ്കിലും ഇന്ന് ഞാൻ അതൊക്കെ ഓർത്ത് ചിരിക്കുവാണ്. അന്നും പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള വഴക്കൊന്നും കിട്ടിയില്ല. കാരണം സാറ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ തത്ത പറയുന്ന പോലെ ഞാൻ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു. അയ്യോ, സമയം തീർന്നേ, ബായ്.